നേരിട്ടത് പിതൃതുല്യൻ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന മുഖ്യമന്ത്രിയെ ഒരു ദിവസം തള്ളിപ്പറയുകയാണ്. പിതൃതുല്യനാണ് എന്ന് പറഞ്ഞ അതേ നാവുകൊണ്ട് 2 ആഴ്ച തികയും മുമ്പ് അതേ PV അൻവർ പറയുന്നു പിണറായിസമാണ് കേരള രാഷ്ട്രീയം നേരിടുന്ന ഏറ്റവും വലിയ അപകടമെന്ന് പറയുന്നു. 2 ആഴ്ച കൊണ്ട് പിതൃതുല്യൻ എങ്ങനെയാണ് പിണറായിസമായി മാറിയത്? അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. യഥാർത്ഥത്തിൽ പിണറായിസമാണോ PV അൻവർ നേരിടുന്നത്? ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് പോലെ സതീശനിസമാണോ? ഇന്ന് ആ പ്രയോഗവും ഇല്ല. ഇന്ന് പുതിയ പ്രയോഗം കൊണ്ടുവന്നിരിക്കുകയാണ്. ആ പുതിയ പ്രയോഗമാണ് ഹിറ്റ്ലറിസം. കേരളത്തിലെ ഹിറ്റ്ലറിസമാണത്രേ കേരളം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിപത്ത് എന്ന് പറയുന്നത്. ഓരോ നേതാക്കൾക്കും അവരുടേതായ ശൈലിയും ശീലങ്ങളും നമ്മളൊരു വാക്കെടുത്ത് പ്രയോഗിക്കുമ്പോൾ അതിൻ്റെ അർത്ഥങ്ങളും അനർത്ഥങ്ങളും മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ PV അൻവറിൻ്റെ ഫൈറ്റ് ആരുമായിട്ടാണ്? പിണറായിസം എന്ന ഒരു ആശയം ഞാൻ മനസ്സിലാക്കുന്നു. പിണറായിസം എന്ന് പറയുന്ന ഒരു ആശയമേ നിലവിലില്ല. അത് തെളിയിക്കാൻ PV അൻവറിന് സാധിച്ചിട്ടില്ല, UDFന് സാധിച്ചിട്ടില്ല. പിണറായിക്ക് പിണറായിയുടേതായ ശൈലിയുണ്ട്. ആ സർക്കാരിനെ വിമർശിക്കാം. സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ പാടില്ലായിരുന്നു എന്ന് നമുക്ക് പറയാം. സർക്കാരിൻ്റെ പോലീസിങ്ങിനെ കുറിച്ച് നമുക്ക് വിമർശിക്കാം, വനംവകുപ്പിനെ കുറിച്ച് വിമർശിക്കാം. പക്ഷേ പിണറായിസം എന്ന പേരിൽ ഒരു ടൈറ്റിലിട്ട് ഏതെങ്കിലും തരത്തിൽ നിർവചിക്കാവുന്ന ഒരു ഡീപ് സ്റ്റേറ്റ് സംവിധാനമോ ഒരു ഏകാധിപത്യ സംവിധാനമോ നമ്മുടെ രാജ്യത്തുണ്ടെന്ന് നിർവചിക്കാൻ തെളിവുകൾ പോരാ എന്നതാണ് എൻ്റെ പക്ഷം.